നമസ്കാരം ഗൈസ്, ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമേറിയ ഒരു എപ്പിസോഡാണ് എനിക്ക്. അതിരാവിലെ ഞാൻ എഴുന്നേറ്റു, ട്രെയിൻ പിടിച്ചു. ഏകദേശം 7 മണിക്കൂറോളം ട്രെയിനകത്തിരുന്ന് യാത്ര ചെയ്യും. കാരണം ഏകദേശം 500ഓളം കിലോമീറ്റർ ഞാൻ ഒരാളെ വിശ്വസിച്ച് ട്രാവൽ ചെയ്തു. പക്ഷേ ആ ഒരാൾ അവിടെ എത്തിയപ്പോൾ കൈമലർത്തി കാണിച്ചു. അതാണ് ഈ ഒരു എപ്പിസോഡ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോച്ച് സർഫിംഗ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രാവലേഴ്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ ഇൻവിറ്റേഷൻ കിട്ടും, നമ്മളെ ഹോസ്റ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് പൈസ ഒന്നുമില്ല, നമ്മളെ ഹോസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടും. ആ ഒരു ഇൻവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയ ഒരു യാത്രയാണ്. മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഹലോ, ഹായ് സാർ. കീവ ആ പാസ്പോർട്ട് 06 1028. ഓക്കെ ഓക്കെ, റാമത്ത് ടിക്കറ്റ് കിട്ടി. സ്ലീപ്പറാണ് കേട്ടോ, എക്കണോമി സ്ലീപ്പർ. ഇതൊരു 7 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രെയിനാണ്. 7 മണിക്കൂറെന്ന് പറയുമ്പോൾ 7 മണിക്കൂറത്തേക്ക് നമുക്ക് ചാർജ് ചെയ്തത് 1,47,000 രൂപയാണ്. അത് എത്രയാണ് അപ്രോക്സിമേറ്റ് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ, നിങ്ങൾ നോക്കിക്കോ. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ എത്തി. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സമർഗന്തിൽ ഓടി കയറുമായിരുന്നു ട്രെയിനിൽ, സമയമില്ലാതെ. ഇപ്രാവശ്യം നമുക്ക് സമയമുണ്ട്. പുള്ളിക്കാരെല്ലാം കറക്റ്റ് നോട്ട് ചെയ്ത് തന്ന് കോച്ച് നമ്പരും സീറ്റ് നമ്പരും എത്തുന്ന സമയവും ട്രെയിനിൻ്റെ ഇപ്പോൾ പോകുന്ന സമയവും ഒക്കെ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ആ ഓക്കെ ഓക്കെ സാർ. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. പ്ലാറ്റ്ഫോമിൽ പോകാൻ പറ്റില്ല, കാരണം പുറത്ത് നല്ല തണുപ്പാണ്. ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചായയോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചിട്ടേ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഡു യു ഹാവ് ടീ, ചായ? Give me a chai. Nein? Ah. Taxi. Я вчера ночью я за 20 ела. Здесь мусафа постоянно остается. ഇവിടെ ഷുഗർ ഇടില്ല ഗൈസ്, കാരണം ഷുഗർ ഇല്ലാണ്ട് കട്ടൻ ചായ കുടിച്ച് മടുത്ത്. How much is this? 15,000. 50? 1,000, yes. 50. Oh no no no. Single piece. What do you have had? Okay. Give me that. One piece. Thank you. How much total? 8,000. 8,000. Yes. Да. Начинается от 1300, да, вот так? ഗൈസ്, അങ്ങനെ നമ്മളിതാ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. നമ്മളിപ്പോഴാണ് അവർ കയറ്റി വിട്ടത് കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ നോക്കിയിട്ടാണ് കയറ്റി വിടുന്നത്. ഈ കിടക്കുന്ന സാധനം കണ്ടോ, ഇതാണ് ഉസ്ബെക്കിസ്ഥാനിലെ ബുള്ളറ്റ് ട്രെയിൻ കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഈ ബുള്ളറ്റ് ട്രെയിൻ കണ്ടില്ലേ ഗൈസ്, വേൾഡിൽ തന്നെ ഇത്രയും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ വേറൊരു രാജ്യത്തും ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്രയും റേറ്റ് കുറവാണ് ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കേട്ടോ. ഇത് ഇലക്ട്രിക്കിൽ ഓടുന്ന അല്ലെന്ന് തോന്നുന്നു കേട്ടോ. നല്ല പുകയൊക്കെ വരുന്നുണ്ട് ട്രെയിനിന് മുകളിൽ കൂടി. ഇനി അത് പാൻട്രി കാറാണോ എന്നറിയില്ല. ഇതിപ്പോൾ എല്ലാവരും ടിക്കറ്റ് കാണിക്കേണ്ട അവസ്ഥയാണല്ലോ. നോ സ്ലീപ്പർ നോർമൽ. എല്ലാവരും കൂപ്പേ കയറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ടിക്കറ്റും കൊടുത്ത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ബാക്കി പൈസ അടയ്ക്കണമായിരിക്കും അകത്ത്. അപ്പോൾ കൂപ്പേ കയറാൻ പറ്റും. പക്ഷെ നമ്മളിതാ ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. നോർമൽ സ്ലീപ്പറാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊരു പഴയ ട്രെയിനാണ് ഗൈസ്, ഇതേ കണ്ടില്ലേ, പഴയ ട്രെയിനാണ്. ടിക്കറ്റ് പുള്ളി വാങ്ങിച്ചു വെച്ചു കേട്ടോ. സീറ്റ് നമ്പർ 023. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, കാണിച്ചു തരാം. No, normal. Okay. Oh, thank you. ഇതാണ് കേട്ടോ കൂപ്പേ.
എന്നുവെച്ചാൽ റൂം പോലെയാണേ, നമുക്കത് വേണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഒരു നീണ്ട യാത്രയിലാണ്. ഇന്നലെ രാത്രി നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ കണ്ടില്ലേ, ആൾക്കാരെല്ലാം കിടന്നുറങ്ങുന്ന സമയമായിരുന്നു. ഞാനും കിടന്നുറങ്ങി. ഇപ്പോഴാണ് എണീറ്റ്. ഏകദേശം ഒരു 9 മണിയായി. ഏതോ ഒരു സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തിയേക്കാണ്. അതേ കണ്ടില്ലേ, ഒരു കൊച്ചു ചെറിയ സ്റ്റേഷനാണത്. ഒരു ചെറിയ സ്റ്റേഷനിൽ നിർത്തിയേക്കാം. ഞാൻ എന്തെങ്കിലും ചായ വല്ലതും കുടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്ര കൂടി ഉണ്ട് നമ്മുടെ ആ ഒരു കീവ വില്ലേജിലേക്ക്. ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് കണ്ട് ഇവിടെ ഇങ്ങനെയാണ് കണ്ടില്ലേ. വാതില് സ്റ്റേഷൻ എത്തുമ്പോൾ തുറന്നിടും, സ്റ്റേഷൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഡോർ അടയ്ക്കും. ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആർക്കും കയറാനൊന്നും പറ്റൂല. എവിടെയെങ്കിലും നിർത്തിയിട്ടാലോ പിടിച്ചിട്ടാലോ ഒന്നും. ഡോറ് അടച്ചില്ലെങ്കിലും കയറുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പോയി ഒരു ബ്രെഡൊക്കെ മേടിച്ച് വെച്ചായിരുന്നു ഇവിടുത്തെ. പിന്നെ അതിൻ്റെ കൂടെ ജാമും മേടിച്ചായിരുന്നു. നമുക്ക് ഇത് കഴിക്കാൻ എന്തായാലും ഇത് ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നിട്ട് വയ്യ. ഇനി ഒരു മണിക്കൂറത്തെ യാത്ര കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ കീവയിലേക്ക്. ഒന്നല്ല ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത്രേ ഉണ്ടാവുള്ളൂ. ഒരിടൊന്നും വലിച്ചിട്ട് വരുന്നില്ല. ഇതാണിപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗൈസ്. അയ്യോ, Su mu? Garke. Usta. Suva verme. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ പാൻട്രി കാർ. Evet açkın. ഡു യു ഹാവ് സംസ? Ne son? നോ സംസ. ആ വെള്ളം നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും കേട്ടോ. 5000 രൂപയാണേ. നമ്മുടെ ആ ഒരു നമ്മൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, നമ്മളിന്ന് ഹോസ്റ്റ് ചെയ്യാൻ പോണ ആ പയ്യൻ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് 4 കിലോമീറ്ററാണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. Yeah. How are you? Yeah, I'm fine. Fine. Somebody is Do you waiting. need a taxi? No, somebody is waiting for. Okay. That's. Thank you. You want? I have WhatsApp. Okay. I will message you. Okay. Bye. നമുക്കൊരു കാർഡൊക്കെ കൊണ്ടു തന്നെ കേട്ടോ. നമുക്ക് ഇവിടെ പുള്ളി ഗൈഡാണ്. നോ ബ്രോ. നമുക്കിവിടെ ഒരു കാർഡൊക്കെ തന്നു. ഒരു പുള്ളി ഗൈഡായിട്ട് നമ്മൾ ഈ സ്ഥലമൊക്കെ കാണിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ ഫ്രീ ആയിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സാധനം സംസയാണ്. സംസ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് കഴിച്ചിട്ട് നേരെ നമുക്ക് പുള്ളിയുടെ അടുത്ത് പോവാം. പുള്ളി എന്തോ 2 മണിക്ക്, പുള്ളിയല്ല ഒരു പയ്യനാണ് കേട്ടോ. ഞാൻ ഫോട്ടോ ഉണ്ടായിരുന്നൊരു പയ്യനാണ്, പയ്യനാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാം ഹോസ്റ്റിംഗ് ആണോ അതോ ഇത് നമ്മൾ വിളിച്ചിട്ട് പൈസ ചോദിക്കുമെന്നൊന്നും അറിയത്തില്ല. ചോദിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഇതുവരെ ഒരു സംഭവം ഇത് നടക്കാറില്ല. അവർ നമ്മളെ ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് അവർ നമ്മളെ ഹോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ അതേ ഒരുപാട് ഹോട്ടൽസുകളുണ്ട് കേട്ടോ. എല്ലാം ഒരേപോലെയാണ് അവർ പണിഞ്ഞേക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു ഹോട്ടലാണ്. കിവ, ഇതെല്ലാം ഒരാളുടെ ഹോട്ടൽ തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഒരേപോലെ പണിഞ്ഞേക്കുന്നത്. കിവ ലോക്കോമോട്ടീവ് ഹോട്ടൽ, അത് തന്നെയാണ് ഇതിൻ്റെയും പേര്. കിവ ലോക്കോമോട്ടീവ് ഹോട്ടൽ. കണ്ടില്ലേ, ഇത് ഫുള്ള് ഹോട്ടലുകളാണ്. ഇത് ഇപ്പുറത്തും ഉണ്ട് ഹോട്ടൽ. ഭയങ്കര വലിയ ഹോട്ടലാണ് കഴിച്ച് കേട്ടോ. പക്ഷേ അടിപൊളിയല്ലേ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല രസത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല വൃത്തിയാണ് കേട്ടോ. ഹലോ, ഹായ്. ഇവിടെ പണി നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് ഇതാണ് ഇപ്പോൾ കാണിച്ചു തരുന്ന വഴി കേട്ടോ. അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ വീടുകളൊക്കെ കാണാം നമുക്ക് കുറച്ച്. ഇതാണ് റോഡ്. ഈ ഒരു റോഡിലൂടെയാണ് പോകുന്നത് നമ്മൾ. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ലേ, എല്ലാം ഇത് ഹോട്ടലുകാർ തന്നെ എടുത്താന്ന് തോന്നുന്നു. ഇതും
അതേപോലെ തന്നെ പണിയുന്നത് കേട്ടില്ല. അതേ ലുക്കിലാണ് ഇവിടെയും പണിയുന്നത്. ഇവർ ഇത്രയും വലിയ ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം ഗുണമുണ്ടോ അവർക്ക്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. പട്ടികളൊക്കെ കുരയ്ക്കുന്നുണ്ട് കേസ് എവിടെയൊക്കെയോ. എനിക്കങ്ങനെ ഈ പട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴുള്ളൊരു ടെൻഷൻ. ഈ ലഗേജും എല്ലാം കൂടി ഇട്ട് ഓടാൻ പോലും പറ്റൂല. രണ്ട് കല്ല് കൈ വെച്ചേക്കാം, കല്ലിരിക്കട്ടെ. ഈ റീജിയൻ കണ്ടോ കേസ്? എല്ലാം കൊച്ചു കൊച്ചു വീടുകളും ഒരു മറ്റൊരു തരത്തിലുള്ള സ്ഥലം അല്ലേ? നമ്മളിതിനു മുന്നേ കണ്ട, നിങ്ങൾ എപ്പിസോഡിൽ കണ്ട അതേപോലുള്ളൊരു സ്ഥലം അല്ല ഇത്. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയാണ് താമസിക്കുന്നത്? 800 മീറ്റർ കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ പുള്ളിയുടെ അടുത്തെത്തും. എല്ലാം മഞ്ഞ് വീണിട്ട് അഴുക്കായി കിടക്കുകയാണ് കേട്ടോ, ചെളിയായി കിടക്കുകയാണ്. മഞ്ഞും ചെറിയ ചാറ്റൽ മഴയൊക്കെ വെച്ചിട്ട് ചെളിയായി കിടക്കുകയാണ്. Hello. Hello. Do you speak English? Yes. English? English. Yes. Okay, what's your name? My name is Kabul Bey. Cow? Kabul Bey. Kabul Bey. Yes. Your name? No me. No dedi. Adın kim dedi? Humayun. Even English അറിയത്തില്ല കേട്ടോ. Humayun. Yes. Humayun Kabul Bey. Kabul Bey. Kabul Bey. Okay. Esirmiş. 24 Ultra. Kita Arabistan? I'm from India. India. Hindustan. Hindistan. Do you like Messi? No. No? Ronaldo. Oh. Ronaldo. Abbas. Uzbekistan komandasında oynadı. Okay. You like Messi or Ronaldo? Messi. Ronaldo. ഒരു മെസ്സിയും കിട്ടി, ഒരു റൊണാൾഡോയും കിട്ടി ഗൈസ്. I like Messi. Ronaldo. Nice to meet you. Where are you staying? Where is your home? This is your home? Okay. Nice to meet you. Bye. മണ്ണ് വെട്ടിയിടുകയാണ് കേട്ടോ, വെള്ളം കെട്ടി കിടക്കുന്നിടത്ത്. മഴ പെയ്തു എന്ന് തോന്നുന്നു കേട്ടോ. ഹായ്. അൽഹംദുലില്ലാ. Hi. What's your name? Fahad. You are Fahad. Okay. I'm Sajjad. Yeah, Sajjad. Okay. How are you? Fine. How was the train? Yeah, it's nice. Nice experience. I slept in the train. From Bukhara. From Bukhara. 6 hours night. 6 hours, yeah. 4 o'clock night. Oh, Nice to meet you. Thank you so much. nice to meet Okay. Guys, ഇതാണ് കേട്ടോ ഫറഹൂദ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ. you. This is my home. This is your home? Yeah. Hi. What's your My name? friend, Your friend? Shaira. 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 Okay, nice to meet you. Okay. Then actually I want to explore this village and some locations or something like that, market, some food items. Oh yeah, here, market. Yeah, no, I am asking, it's a Like bazaar. bazaar. Oh, yeah. Uh-huh. It's outside, not inside the town. Not inside the town? Yeah, outside of the north gate, Okay. because this is south that you. Did Oh, you there come is a from market. by south gate or? I don't know, I just put in the Google map and Oh yeah. follow the map. Alright, so if you go straight, you will reach to the north gate. North gate. Yeah, and Okay. then after north gate, you just walk like 50 minutes. 50 to minutes. Bazaar, yeah. Okay. There is restaurants also, hotels, everything. Outside the cheap north, foods. Yeah, outside the north gate, there's a local restaurant. Okay. Which is good price, like. Good price. Okay. Because in the town, it's. If they have any option to stay, hostel, something like that. Well, it's a bit expensive in the town, so it's better to look for outside. Outside. Yeah. Okay. How much time it will take to go outside? Just 10 minutes. 10 minutes only. Yeah. This way? Yeah, if you go this way, like right. Okay. You will go out. Okay. And then on your left, you will see hostel, the Shankala. Shankala. Just outside and then left. And the left. Yeah. Okay. Shankala. If I get any hostel from nearby the market and Well, I'm not the sure. bazaar. Not sure? Okay, fine. Then I will
Yeah. Check there, okay? Yeah, Dishan Kala. Dishan Kala. Okay. This hotel? It is hostel, yeah. How But much here? It's for locals, but not right now, not working. My neighbor. Oh, okay, not working. Yeah. Okay. Okay, bro. They work Bye. seasonally. Seasonally only. Yeah. Now it's off season, huh? It's off, yeah. Off season. What the season it time? starts in March. March. Now is February. Yeah, after a month. Okay. Then up to October. October. Okay, bro. Okay, fine. Bye. Nice to meet you. Thank you. Bye. ഗൈസ് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? കോച്ച് സർഫിംഗ് എന്ന് പറഞ്ഞ ആപ്പിനെ ഞാൻ ഇത്രയും പുകഴ്ത്തി പൊക്കി പറഞ്ഞ് ഹോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ എത്തിയപ്പോൾ അവൻ പറയുന്നത് ഇവിടെ ഹോസ്റ്റൽ അപ്പുറമൊക്കെ ഉണ്ടെന്ന്. ഗൈസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. കീവ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ. ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങൾ കേട്ടില്ല, ഞാൻ ചോദിച്ചു ഇവിടെ ഹോസ്റ്റലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ താമസിക്കാനായിട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾ ഇവിടെ ഇല്ല, പുറത്തോട്ട് പോയി നോക്കിയാൽ മതിയെന്ന്. ഞാൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ച് അങ്ങനെയാണ് പുള്ളി പറഞ്ഞിരുന്നത്. ഞാൻ അതിനാണ് നമ്മളൊരു എന്താ പറയുക, ഒരു മെസ്സേജ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ പോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം, എന്തിനാണ് നമ്മൾ വരുന്നത്, എന്താണ് സംഭവം. അപ്പോൾ അതിന് ഞാൻ നല്ല പക്കയായിട്ട് മെൻഷൻ ചെയ്തിരുന്നു, ഈ ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ ഹെൽപ്പ് വേണം, ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കൾച്ചറൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് എന്നൊക്കെ. എന്നിട്ടാണ് ഞാൻ വലിയ ബിൽഡപ്പ് കൊടുത്ത് നിങ്ങളോട് ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ വന്നത്. പക്ഷെ പണി പാളി. സാരമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് എന്നെ ഹോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞൊക്കെ അടുത്ത ഹോസ്റ്റലോ അല്ലെങ്കിൽ ഇവിടെ ഹോട്ടലോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താണേലും നല്ലൊരു പണിയായി പോയി കിട്ടിയത്. തൽക്കാലം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ, നമ്മൾ ബുക്കാരെ വെച്ച് പരിചയപ്പെട്ടാണ്, അവനെ ഒന്ന് വിളിച്ചിട്ട് നോക്കട്ടെ. അവനൊരു യൂട്യൂബറാണ് കേട്ടോ പുള്ളിക്കാരൻ, നോർത്ത് ഇന്ത്യൻ യൂട്യൂബർ. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ബിയഡൊക്കെ വെച്ചിട്ടൊരു പുള്ളി മക്കയിലേക്ക് ട്രാവൽ ചെയ്യുവാണ് ബൈ റോഡ്, കുറച്ച് രാജ്യങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത്. നമുക്ക് പുള്ളിയെ ഒന്ന് വിളിച്ചിട്ട് നോക്കാം. എന്താണേലും വല്ലാത്ത എക്സ്പീരിയൻസ് ആയി പോയി ഗൈസ്. അയ്യോ, ഇത്രയും ബിൽഡപ്പും കൊടുത്തു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഹായ് ബ്രോ, ഇതാണ് ഫൈൻ ബ്രോ. someone is cheating me, bro. What happened? I go there. It's nearby here. Okay. I go there and he already sent me the location and every details. Come bro, we can meet and he will host me like that. And I go there. Yes. And he said, hi, how are you? And he said, bro, where is your stay, like that? He's asking me. And he said, hi, how are you? Where are you from? Like, that's it. Okay, good. Just for hangout, I'm coming from Bukhara. From here, Kiva. 6 hours. Hi. ഇതൊരു ഹോട്ടലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് $14 ഇത് കിട്ടിയത്. ഓക്കെ, ഇച്ചിരി പാടാണ് കേട്ടോ ഇത് കയറാനായിട്ട്. ഇറ്റ്സ് ഗുഡ്. I'm planning like I'm leaving tomorrow morning. Tomorrow? I am also leaving tomorrow morning. So early morning I'm planning for hitchhiking. I'm going to Moinak. Okay. Then You joining me? I will join with you. Hitchhiking? Okay, And then. we can go with hitchhiking. Okay. Some good adventure. Yes. Okay. Done room. It's very nice, bro. Yeah, like hostel is like 11, so I thought this is better option. You know? Better option. Yes. Yeah. Because hostel also showing $12, $11 something. Yes. So this is Yeah. better. I have also some dresses to wash. ഇതാണ് റൂം കേട്ടോ. ഇത് കണ്ടില്ല, നമുക്ക് കിട്ടിയ $14, 50 dirhams ആണ് വരുന്നത്. നാട്ടിൽ 1000 രൂപ. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. കാരണം ഇവിടെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന് പെട്ടുപോയതാണ്. ഇതാണ് ബാത്റൂം. ഇതിൻ്റെ ലൈറ്റ് എവിടെയാണ്? ഈ ഒരു ദിവസം കൊണ്ട് തന്നെ കിവ കാര്യങ്ങൾ മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഈ ഒരു ഏരിയ, ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടുത്തെ മാർക്കറ്റ്, ഇവിടുത്തെ ബസാറ്, ഇവിടുത്തെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം നിങ്ങൾ അടുത്ത എപ്പിസോഡിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് പെട്ടുപോയി ഗൈസ്. ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു.
ആ ഒരു ഇൻവൈറ്റിങ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. കാരണം ഒരുപാട് ദൂരമാണ്. കാരണം നമുക്ക് വരാൻ തന്നെ എക്സ്പെൻസായി, $14 ഇപ്പോൾ ഇവിടെ താമസത്തിന് $14 $28. ഇനിയിപ്പോൾ അതിന് മാത്രം വെർത്താണോ ഈ ഒരു സ്ഥലം എന്നുള്ളത് നിങ്ങൾ അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് പറയുക. ഞാൻ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുള്ളിക്കാരനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ അടുത്ത എപ്പിസോഡ് കഴിഞ്ഞിട്ട് കിവ എക്സ്പ്ലോറിങ് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് ഒരു ഹിച്ച് ഹൈക്കിങ് എപ്പിസോഡാണ്. പുള്ളി പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ട്, ആ ഒരു വില്ലേജ് ഏരിയ ആണെന്നാണ് പുള്ളി അത് പറഞ്ഞത്. അപ്പോൾ ഒരു ഹിച്ച് ഹൈക്കിങ് എക്സ്പീരിയൻസ് ഞാൻ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട്, പുള്ളി ഒരു യൂട്യൂബറാണ് കേട്ടോ, പുള്ളിച്ച് ഫേമസ് യൂട്യൂബറാണ്. അപ്പോൾ നമ്മളെപ്പോലെ ചോട്ടയല്ല. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. കട്ടയ്ക്ക് കൂടെ വയ്ക്കുക കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ആ യാത്രയിലെ എല്ലാ കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.